Hello guys, today I'm so excited because I'm going to Birmingham with my mama, my papa, my grandma, my sister, and this is the video about I'm getting ready. After my bath, look at the butterflies. They're flashing. I will show you how to do it. Do you see that white little button there? You flash it, then they all flash. The butterflies will flash. And now I'm going to get ready. ഹലോ ഗൈസ്, തേനിക്കുട്ടി പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ബർമിംഗ്ഹാമിലേക്കാണ് പോകുന്നത്. അവളുടെ വെക്കേഷനാണിപ്പോൾ. അവൾ മാത്രമല്ല, അവളുടെ പപ്പ, മമ്മ, ഗ്രാൻഡ്മ, അവളുടെ സിസ്റ്റർ തനിക്കുട്ടി എല്ലാവരും ഉണ്ട് യാത്രയിൽ. ബർമിംഗ്ഹാം ശ്രീ വെങ്കടേശ്വര ടെമ്പിളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഏതാണ്ടൊരു 10 മണിയായതോടുകൂടി നമ്മൾ അവിടെ എത്തിച്ചേർന്നു. നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ മനോഹരമായ ഒരു അമ്പലമാണിത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ കാണുന്ന നമ്മുടെ അമ്പലം പോലെയൊക്കെയാണ് ഈ അമ്പലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിന്ന് വന്ന ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അന്ന് നമ്മൾ പ്രത്യേകിച്ച് വന്ന സമയത്ത് ആ പൂജ സമയമായിരുന്നു. നമുക്കതൊക്കെ ഒന്ന് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വെങ്കടേശ്വര സ്വാമിയാണ്, അതായത് വിഷ്ണു ഭഗവാനാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാന കോവിലിനകത്ത് നമുക്ക് വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അവർ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ആ ഒരു വിഷ്വൽസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു പുറത്തുള്ള ഭാഗങ്ങളും. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ ശിവേലി നടക്കുന്നതിനോട് അതുപോലെ തോന്നുന്ന സാമ്യം തോന്നുന്ന രീതിയിലുള്ള പൂജയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഭഗവാനെ അവർ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയും മുരുകൻ സ്വാമിയുടെ മുന്നിലായിട്ട് അവരൊരു തേര് കൊണ്ടുവന്ന് അതിൽ എന്തോ പൂജ നടത്തുകയും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളതാണ്, പക്ഷേ ഇത് 2ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചത്. ഇത് അവിടുത്തെ പുറത്തുള്ള ഒരു ചെറിയ കോവിലിനകത്തുള്ള വിഷ്വൽസ് ആയിരുന്നു കണ്ടത്. പിന്നീട് ഇവിടുത്തെ പ്രധാന നമുക്ക് പ്രസാദമായി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതിയിലൊക്കെ പോയി കിട്ടുന്ന ലഡു ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രസാദം എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എന്തോ പ്രത്യേകതയുള്ള ദിവസമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് അന്നദാനം കഴിക്കാനും സാധിച്ചു. വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് നാളായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട്, അപ്പം ഏകദേശം 3 വർഷത്തോളം ആയുന്നുണ്ട്. അപ്പം നമുക്ക് അന്നദാനം കഴിച്ചത് വളരെ സന്തോഷമായിട്ട് തോന്നി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി സീ ലൈഫിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് സീ ലൈഫിലേക്ക് ചെന്നിട്ട് കാണാം. ഏകദേശം 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക് ബർമിംഗ്ഹാം അമ്പലത്തിൽ നിന്ന് സീ ലൈഫിലേക്ക് എത്താൻ. അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു മഴയായിരുന്നു. നമുക്കത് കാരണം പുറത്ത് നമ്മൾ ഇറങ്ങി വന്ന് നമ്മൾ ആ എൻട്രൻസിലോട്ട് കയറുന്ന വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അത് കാരണം നമ്മൾ ഇതിനകത്ത് കയറിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. സീ ലൈഫ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യം കയറുമ്പോൾ തന്നെ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് തോന്നിയത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് പോലെയാണ്. അതായത് നമ്മൾ ആദ്യം കണ്ടത് ഞങ്ങൾ ലണ്ടനിലെ സീ ലൈഫായിരുന്നു. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. എങ്കിലും അവർ മാക്സിമം ആ സ്ഥലത്തെ യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പ്രത്യേകത ലണ്ടൻ സീ ലൈഫിൽ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചു. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ലണ്ടൻ സീ ലൈഫാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. എങ്കിലും നമുക്ക് ഇവിടുത്തെ ആ ഒരു പ്രത്യേക രീതിയിൽ അവർ ചെയ്തിരിക്കുന്നതും ആമസോൺ കാർഡുകൾ പോലെയൊക്കെ അവരുണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നി. എന്തായാലും തേനിക്കുട്ടി നന്നായിട്ട് ആസ്വദിച്ചു. അതായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ്. അവളുടെ ആ ഒരു വെക്കേഷൻ സമയം അവൾക്ക് എങ്ങും പോകാതിരുന്ന് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്ന് തോന്നിയത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എനിവേ അവൾ എൻജോയ് ചെയ്തു. അവസാനം വരെയും ഞങ്ങളുടെ തനിക്കുട്ടി ഉറക്കത്തിലായിരുന്നു. അവസാനമാണ് അവൾ ഇതൊക്കെ ഒന്ന് കാണാനും എന്തെങ്കിലും ഒന്ന് കണ്ട് അവസാനമാണ് അവളൊന്ന് ഉണർന്നതൊന്ന് കാണാൻ അവൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റിയത്. എനിവേ ഈ യാത്ര വളരെ നന്നായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് കണ്ട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സീ യു, ബൈ ബൈ.